ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ഫ്രഷ് ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫ്രഷ് ക്രീം ഇല്ലാതെയുള്ള പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പനീർ ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കണം. അതിന് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ബട്ടറും ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. ആ ബട്ടറും ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. ഓയിലിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പനീരിൽ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും എല്ലാം ഇട്ട് നന്നായി പുരട്ടിയെടുത്ത് ഒന്ന് ഈ എണ്ണയിൽ നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പം നമ്മൾ പനീരിലേക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഇവിടെ പനീരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് പനീറാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പനീർ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉപ്പും മുളകും മഞ്ഞളും എല്ലാം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ എണ്ണ എന്ന് പറയുന്ന എണ്ണയും അതായത് സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടിയിട്ടുള്ളതാണ്. അതിലാണ് നമ്മൾ പനീർ പൊരിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ പനീർ പൊരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കറി ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ബാച്ച് കുറച്ചായി ഇട്ടിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത്. ഒരുമിച്ചിട്ട് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയുക, നല്ലപോലെ മൊരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാച്ചായി ഇട്ടിട്ടാണ് പനീർ പൊരിച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു ട്രിപ്പ് പനീർ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുക. ഞാൻ അടുത്ത പനീരിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിലിട്ട് ചെയ്യും. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേവി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, 2 ഏലക്കായ്, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ആ ഒരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അധികമൊന്നും ആവശ്യമില്ല. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗാർലിക്കും വേണം, ജിഞ്ചറും വേണം. അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നന്നായി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പിട്ടുകൊണ്ട് തന്നെ വേഗം ഉള്ളി വഴന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തതായി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മളിപ്പോൾ മുളകും മഞ്ഞളും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ആവശ്യം. ഇവിടെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് മുളക് പൊടി ഉപയോഗിച്ചതെങ്കിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഓക്കെ, 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി വഴന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി പേസ്റ്റ് രൂപത്തിലാവുന്നവരെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ സിമ്മിലാക്കി മാത്രമേ ചെയ്യാവൂ. അതായത് ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് ചെയ്യൂ. കാരണം പൊടികളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് കറി ചെയ്യുമ്പോഴും ഏറ്റവും നല്ലത് സിമ്മിലിട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ കറി കരിഞ്ഞു പോകാതെ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയുക, തക്കാളിയെല്ലാം നന്നായി ഉടച്ച് കൊടുക്കുന്ന കൂടിയുണ്ട്. എന്നാൽ മാത്രമേ അതെല്ലാം അലിഞ്ഞ് എല്ലാത്തിൻ്റെ ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് ഞാൻ ഒരു ഹാഫ് പോർഷൻ എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന്
പകുതി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കുമല്ലോ, അപ്പോൾ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ മിക്സി കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തന്നെ എടുത്തിട്ട് മിക്സിയിലിട്ട് അരക്കാൻ നിൽക്കണ്ട, മിക്സി കേടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് തണിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പം ഞാനിത് നന്നായി അരച്ചു കൊടുത്തിട്ടുണ്ട്. ആ അരച്ചു കൊടുത്തത് നമ്മൾ ആദ്യം വെച്ചിട്ടില്ലേ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പകുതി മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിലേക്കാണേ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ കട്ടി കുറക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂണോളാണ് ഗരം മസാല ചേർക്കുന്നത്. 1/2 ടീസ്പൂണാണ് അതിൻ്റെ കണക്ക്. 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കല്ലിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. ചപ്പാത്തി കല്ലിലെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പുണ്ടായിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കറിയിൽ ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ പനീർ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീരില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ചോട്ടെ. ആ പനീരിലേക്ക് ആ മസാല എല്ലാം ഒന്ന് നന്നായി പിടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി വെക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിയില മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനീർ പൊരിച്ച എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പനീർ കറിയാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലേക്കായിട്ട് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. എനിക്കൊക്കെ ക്രീം ഒഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പനീർ കറി ആക്കുമ്പോഴാണ്. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിന് ഞാനിപ്പോൾ ക്രീമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി കസൂരി മേത്തി ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.